രസക്കാളൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുറേ നാളുണ്ട് ഞാൻ വിചാരിക്കുന്നത് രസക്കാളൻ ഉണ്ടാക്കണം. ഞാൻ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയില്ല. അത് ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് എൻ്റേതായ രീതിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് മത്തങ്ങയും കുമ്പളങ്ങയും എടുത്തിട്ടുണ്ട്, രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മഞ്ഞൾ, മുളക് പൊടി, കുരുമുളക്, ചതച്ച മുളക്, പിന്നെ ഉലുവ ഇത്രയും ഇട്ടിട്ട് പിന്നെ തൈര് ഒഴിച്ച് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് തൈര് ഒഴിച്ച് നന്നായിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്, 3-4 പച്ചമുളക്. എരിവ് വേണ്ടാന്നുള്ളവർ 2-3 എണ്ണം ഇട്ടാൽ മതി. ഞാനിപ്പോൾ 4 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവും പുളിയും ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ശർക്കരയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. 2-3 വിസിൽ കെട്ടാൽ മതി. 2 വിസിൽ കെട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 2 വിസിലേ വേവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഓഫ് ചെയ്ത് വെച്ചു. അത് എന്നിട്ട് ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് തേങ്ങയും ജീരകവും തൈരും കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരഞ്ഞോട്ടെ. മത്തങ്ങ അരിഞ്ഞ സമയത്ത് എൻ്റെ കൈ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു കൈ. പിന്നെ തേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു. അങ്ങനെയൊക്കെയാണ് പിന്നെ ബാക്കി ചെയ്തത്. അപ്പോഴേക്കും ഇതെല്ലാം വെന്ത് കിട്ടി. അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അരച്ചത് ഒഴിച്ചിട്ട് ഒരുപാടിട്ട് തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഉപ്പ് നോക്കുക. ഉപ്പ് ആദ്യമേ കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, കഷ്ണത്തിൽ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണ്ടുന്ന ഉപ്പ് പിന്നെ ഇട്ട് കൊടുക്കുക. ഒരുപാട് തിളപ്പിക്കേണ്ട. പിന്നെ എത്ര ലൂസ് വേണമെന്നുള്ളത് അവരവരുടെ ഇഷ്ടമാണ്. ഒരുപാട് ചോറിനൊക്കെ കുറച്ച് ലൂസായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനുവേണ്ടി കുറച്ച് മോര് തന്നെ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ വെള്ളം എടുത്ത് ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ താളിച്ചൊഴിക്കുക. കൈ വേദന ആയിട്ടാണ് പിന്നെ നോക്കുന്നത് കേട്ടോ. താളിക്കുന്നതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബട്ടറിലാണ് താളിക്കുന്നത്. ബട്ടറിൽ പിന്നെ ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് കറിവേപ്പില ഇട്ടിട്ട് ചതച്ച മുളക് ഇട്ട് കൊടുത്ത്, മറ്റേ ഉണക്കമുളക് എൻ്റെ കയ്യിലില്ലായിരുന്നു, എല്ലാം പൊടിച്ചതാണ്. എല്ലാം അങ്ങ് പൊടിച്ചു, അത് ഓർക്കാതെ എടുത്ത് പൊടിച്ചതാണ്. ചതച്ച മുളക് ഇടുമ്പോൾ കുറച്ച് എരിവ് ആയിപ്പോവും കേട്ടോ, കുറച്ച് എരിവ് വരും. അത് ശ്രദ്ധിച്ച് വേണം ഇടാൻ. ഉണക്കമുളകാകുമ്പോൾ 2-3 എണ്ണം ഇട്ടാൽ മതി. എന്നിട്ട് അത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ടാണ് താളിച്ചൊഴിച്ചത്. പിന്നെ ചോറ് ഞാൻ കഴിച്ചോട്ടെ. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവരും കഴിച്ചെന്ന് വിചാരിക്കുന്നു. സമയം ഒരുപാടായല്ലോ. എന്നിട്ട് ഞാനിപ്പം ഈ കറിയും പിന്നെ ബീറ്റ്റൂട്ട് തോരനും അച്ചാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. വീണ്ടും നല്ല നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. ഇത് ഞാൻ പച്ചക്കറിയൊക്കെ ഇഷ്ടമുള്ളത് അവനവന് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. മോരുമായിട്ട് ചേരുന്ന പച്ചക്കറി ഏത് വേണമെങ്കിലും എടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ഓക്കെ, ബൈ.